ഹായ് ഓൾ, ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഉലുവയിലയുടെ ഒരു തോരനാണ് കേട്ടോ. വളരെ ടേസ്റ്റിയാണിത്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, എങ്കിൽ തന്നെയും വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ നാട്ടിലും ഇപ്പോൾ ഉലുവയുടെ ഇല സുലഭമായിട്ട് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വെക്കുന്നത്, എന്തൊക്കെയാണ് ഇതിന് ആവശ്യം നോക്കിയിട്ട് വന്നാലോ. ഒരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് 2 ടേബിൾ സ്പൂൺ നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 കൊച്ചുള്ളി നീളത്തിൽ അരിഞ്ഞതും ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും 2 കറിവേപ്പില, ഇത്രയും ചേർത്ത് നമുക്കൊന്ന് ഒതുക്കി കൊണ്ടുവരാം. അതിന് ശേഷം ഞാൻ ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഒരു ചെറിയ ഉരുളക്കിഴങ്ങാണ്, അതെടുത്ത് കട്ടി കുറഞ്ഞ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും അതിൻ്റെ കൂട്ടത്തിൽ ഈ കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് പകുതി വെന്ത് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈ മിശ്രിതം ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയാണ്, ഉലുവയിലയാണ്. ഇത് അരിയാനായിട്ടൊന്നുമില്ല. ഇതിൻ്റെ മുകളിലത്തെ ഭാഗം ഞെടുപ്പ് മാത്രം കിള്ളി എടുത്താൽ മതിയാകും. പിച്ചാത്തി തൊട്ട് കഴിഞ്ഞാൽ ഇത് കയ്പ്പ് കൂടുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കൈകൊണ്ട് തന്നെ നുള്ളിയെല്ലാം എടുത്ത് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. ഇതൊന്ന് ഒരല്പം മൂടി വെച്ച് കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് ആവി കയറി കഴിയുമ്പോഴത്തേക്ക് ഇലയ്ക്ക് ഒന്ന് സോഫ്റ്റ് ആകും. അപ്പോൾ നല്ലവണ്ണം ഇളക്കി ഇത് വീണ്ടും ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കിയതിന് ശേഷം പാത്രം അടച്ചു വെച്ച് നല്ലവണ്ണം ഒന്നുകൂടി വേവിച്ചെടുക്കുക. ഇതിൻ്റെ കുഞ്ഞ് തണ്ടുള്ളത് കാരണം ചിലപ്പോൾ ഇതിന് വേകാനായിട്ട് അല്പം ടൈം കൊടുക്കണം. വളരെ ടേസ്റ്റിയുള്ള ഒരു ഉലുവയില തോരനാണ്. ഷുഗർ പേഷ്യൻറ്റിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അവർക്ക് ഈ പൊട്ടറ്റോ അവോയ്ഡ് ചെയ്യാം കേട്ടോ. പൊട്ടറ്റോ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. വളരെ ടേസ്റ്റിയായി ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നോക്കിയതിന് ശേഷം നല്ലവണ്ണം ഒന്ന് വെള്ളം വറ്റിച്ചതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി നമുക്കിത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും ഉപയോഗിക്കാം. വളരെ ടേസ്റ്റിയായ ഒരു തോരനാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് പറയണം. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വളരെ ടേസ്റ്റിയായ ഒരു ഉലുവ തോരനാണത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബായ് ആൻഡ് ടേക്ക് കെയർ.